അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ ശബ്ദം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പം രാവിലെ കയറി ആറാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ശബ്ദമൊക്കെ അങ്ങ് പോയി. മോഹൻലാലിൻ്റെ ചിത്രമല്ലേ, നമ്മൾ ആറാടാതിരിക്കും അല്ലേ. അപ്പം ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ട ചിത്രം തന്നെയാണ് എമ്പുരാൻ. നിങ്ങളൊരു മോഹൻലാൽ പ്രേമിയാണെങ്കിൽ നിശ്ചയമായിട്ടും തലയുയർത്തി തന്നെ വരാൻ പറ്റിയൊരു ചിത്രമാണ്. കുറച്ച് നാളായിട്ട് നിങ്ങൾ തലതാഴ്ത്തിയാണല്ലോ വന്നത്. ഇപ്പം നിശ്ചയമായിട്ടും തലയുയർത്തി പിടിച്ച് നെഞ്ചു വിരിച്ച് തന്നെ വാ, കുഴപ്പമില്ല. ആ ലെവൽ സാധനമാണ് പൃഥ്വിരാജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആദ്യ പകുതി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചിത്രത്തെപ്പറ്റി പറഞ്ഞില്ലായിരുന്നു. നമ്മുടെ ഒരു പടം വിജയിച്ചതിൻ്റെ ഒരു സന്തോഷം ആദ്യ റിവ്യൂവിൽ കാണിച്ചു. അപ്പം രണ്ടാമത്തെ ആദ്യ പകുതിയിൽ എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താ പറയുന്നത്, ലാലേട്ടൻ എൻട്രിയൊക്കെ വളരെ വൈകിയാണ്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു എന്തിനധികം അല്ലേ ഈ ലാലേട്ടനെ അവതരിപ്പിച്ചേക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു എന്താ പറയുന്നത്, പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു കഴിവ്, ഒരു അപാര കഴിവ് തന്നെ. ഈ നമ്മളെന്താ ആഗ്രഹിക്കുന്ന ആ സമയത്ത് ലാലേട്ടനെ എത്തിക്കുക എന്നുള്ളത് ഞാൻ 2-3 വീഡിയോയിലായിട്ട് പറയുന്നു. പൃഥ്വിരാജിൻ്റെ തന്ത്രം അത് തന്നെയായിരിക്കും. ഈ 41 മിനിറ്റ് മാത്രമേ ഉള്ളൂ ലാലേട്ടൻ അഭിനയിച്ചിട്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് പൃഥ്വിരാജിൻ്റെ ഒരു ബുദ്ധിപരമായ നീക്കമായിരുന്നു. കാരണം ആദ്യമേ ഒരു ചിത്രം കാണാൻ, എമ്പുരാനെ പോലുള്ള ചിത്രം കാണാൻ ചെന്നിട്ട് ആദ്യം തൊട്ടേ ലാലേട്ടനെ കാണുന്നില്ലെങ്കിൽ ആൾക്കാരൊരു എന്താന്നാവും. പക്ഷേ പൃഥ്വിരാജ് നേരത്തെ തന്നെ കാലേക്കുട്ടി തറന്ന് 41 മിനിറ്റ് മാത്രമേ ലാലേട്ടൻ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആൾക്കാർ വിചാരിക്കും ഇപ്പം വരും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അപ്പോൾ ആ ഒരു ഹൈപ്പുണ്ട്. ഈ ലാലേട്ടൻ്റെ, എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഓരോ വരവും ഈ ചിത്രത്തിലെ ഓരോ ഇൻട്രോ സീനായിട്ടായിട്ട് ആദ്യത്തെയൊക്കെ വരവെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വരവാണ്. ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ എൻട്രി കാണിക്കുന്നത് ഒരു വല്ലാത്ത വരവാണ്. തിയേറ്റർ കത്തുമെന്നൊക്കെ പണ്ട് ടിനു പാപ്പച്ചൻ പറഞ്ഞില്ലേ, അതുപോലെ കുലുങ്ങിയെന്ന് തോന്നും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഒന്ന് തന്നെ തകർത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓരോരോ ലാലേട്ടൻ്റെ പരവും നമുക്ക് ഓരോ ഇൻട്രോ ആയിട്ടാകുന്നത്. ആ ലെവലിൽ ലാലേട്ടനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ലാലേട്ടൻ വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴത്തേന് ലാലേട്ടനെ കൊണ്ടുപോകും. അത് ആവശ്യമില്ലാതെ അങ്ങും ഇങ്ങുമൊക്കെ കൊണ്ടുവന്ന് സാധാരണ സൂപ്പർ സ്റ്റാർ ചെറിയൊരു കേസിന് കെട്ടിന് വരെ മോഹൻലാൽ വന്ന് കൈകാര്യം ചെയ്യുന്ന രീതിയല്ല ഇത്. ലാലേട്ടൻ വരണമെന്ന് ഇപ്പം ലാലേട്ടൻ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ലാലേട്ടനെ കൊണ്ടുവരുന്ന ആ രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ പൃഥ്വിരാജിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ഒരു ഇൻ്റർനാഷണൽ ലെവൽ സാധനം. അത് നമ്മൾ കണ്ണ് തള്ളിപ്പോകുന്ന കാര്യം തന്നെ. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമുണ്ട്, 250-500 കോടിയൊക്കെ മുടക്കി ചിത്രം എടുത്തു എന്നൊക്കെ പറഞ്ഞ് തിയേറ്ററിൽ പോയി നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് 500 കോടി മുടക്കിയതാണോ അത് 500 രൂപ മുടക്കിയതാണോ എന്ന് തോന്നിപ്പോകും. ആ ലെവലിലാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കൃത്യമായിട്ട് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞ പോലെ ഇത് കൃത്യമായിട്ട് തന്നെ കണക്ക് തന്നെ ഇതിനകത്ത് മുടക്കിയിട്ടുണ്ട്. 10 പൈസ പോലും വെറുതെ പോയിട്ടില്ല. ഇപ്പം 500 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 500 രൂപ കൃത്യമായിട്ട് മുടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം ആ ലെവലൊരു പടമാണ് പൃഥ്വിരാജ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് കാശ് മുടക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പം ഇതൊരു തള്ളല്ല, ഇത് കൃത്യമായിട്ട് കാശ് മുടക്കിയ ചിത്രം തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന ചിത്രം തന്നെയാണിത്. അതുപോലെ ക്യാമറ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ലാത്ത വർക്കാണ്. ഒരു ഷോട്ടിൻ്റെയൊക്കെ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് മലയാള ക്യാമറ വർക്കൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇതെന്തോ നമ്മൾ മറ്റേത് കണ്ടിട്ടില്ലേ, ഇത് കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ ഏത് ലെവൽ സാധനത്തെയും പിടിച്ചു നിർത്താൻ പറ്റിയ സാധനങ്ങളാണ്. പൃഥ്വിരാജിൻ്റെ മേക്കിങ്ങും ക്യാമറ വർക്കും എന്നൊക്കെ പറയുന്നത് അടിപൊളി സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കാശ് മുടക്കിയതിന് അത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാതെ തള്ളല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കില്ല. പിന്നെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ ഇപ്പം ഉയർന്നു വരുന്നുണ്ട്. എനിക്ക് ചിത്രം 6 മണിക്കായിരുന്നു. 6 മണിക്ക് ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചില തമിഴ് ചാനലിലൊക്കെ ഇതിൻ്റെ റിവ്യൂ പോലെയൊക്കെ ഇട്ടേക്കുന്നു. ആൾക്കാർ ഇറങ്ങി വരുന്നവരെ പറ്റി ചോദിക്കുന്നു, ഈ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നു, മോഹൻലാൽ മോശമാണെന്ന് പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ ചില വ്യക്തികളുണ്ട് ഇത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നത്. അവരിത് പൊട്ടി എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ പറയാറുണ്ട്. അപ്പം അവരുടെയൊക്കെ കമൻറ്റ് നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരേ വ്യക്തികൾ തന്നെയാണ് പല ചാനലിൽ പോയിരുന്ന് കൃത്യമായിട്ട് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ,
അവരുടെ വാക്ക് വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ പോയി ഇപ്പം ടിക്കറ്റിൻ്റെ നിലവാരം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. അത് 25,000 ടിക്കറ്റിന് കൂടുതലാണ് ഓരോ മണിക്കൂറിൽ ഇപ്പം വിറ്റുകൊണ്ടിരിക്കുന്നത്. കാരണം 10 മണി കഴിഞ്ഞുള്ള ടൈമാണ് പറഞ്ഞത്. 10 മണി എന്ന് പറഞ്ഞാൽ ഏകദേശം അഭിപ്രായങ്ങളൊക്കെ വന്നതിന് ശേഷം ഇത് പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് ഭൂരിപക്ഷം ഉണ്ടായിരിക്കുന്നത്. നെഗറ്റീവ് ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് അഭിപ്രായം വരുന്നതൊക്കെ നമ്മൾ ചില പ്രത്യേക ഇടങ്ങളിൽ തന്നെയാണ് നെഗറ്റീവ് അഭിപ്രായം വരുന്നത്. അതൊന്നും കാര്യമാക്കണ്ട. അതൊന്നും ആൾക്കാരിൽ ഒരു ഏഷ്യ പോലും ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരാഴ്ച ടിക്കറ്റ് ബുക്കിംഗ് ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ റിവ്യൂ ചെയ്യുന്നതോ ഒന്നും ചെയ്യുന്നത് ഇവിടെ ഏഷ്യത്തില്ല. ഇത് വേറെ സാധനമാണ് മോനെ, ഇത് വേറെയാണ് മൊത്തൽ. അപ്പം 26,000 ടിക്കറ്റോളം മണിക്കൂറിന് വിറ്റ് പോകുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ പോയി നോക്കിയാൽ മതി, കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ നമ്മുടെ വിക്രമിൻ്റെ ചിത്രം ഇന്ന് റിലീഫായി. വിക്രമിൻ്റെ ചിത്രം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം 1,500 ടിക്കറ്റ് കൂടുതൽ ഒരു മണിക്കൂർ വിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാൻ പറ്റുന്നത്. അപ്പം എമ്പുരാൻ്റെ വിജയം നമ്മൾ നേരത്തെ തന്നെ കാലേക്കൂട്ടി കണ്ടതുപോലെ തന്നെ ഒരു ഗംഭീര വിജയമാകുന്ന ലക്ഷണം തന്നെയാണ് കാണുന്നത്. കാരണം ഇനി അടുത്ത ഷോയും കൂടെ കഴിയുമ്പോൾ വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ലെവൽ അങ്ങ് വേറെ ആകാനാണ് സാധ്യത. കാരണം മിക്കവാറും നമുക്ക് പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് കിട്ടുന്നത്. ഞാൻ മിക്കവാറും ചില റിവ്യൂ ഒക്കെ കണ്ടു, സമയമില്ലായിരുന്നു, സിനിമ കണ്ടു, നമ്മുടെ വീഡിയോ ചെയ്യണം, അതിനിടയിൽ 1-2 കണ്ടു. എന്നാലും മോഹൻലാൽ ചിത്രത്തിന് എതിരായിട്ട് പല നെഗറ്റീവും സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് അവരുടെയൊക്കെ ചില ചാനൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം നെഗറ്റീവ് പറയും എന്ന് പറയുന്ന പല ചാനലുകളും ഇപ്പം ചില പോസിറ്റീവ് കാര്യങ്ങൾ ഈ ചിത്രത്തെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അവർക്ക് മനസ്സിലായല്ലോ എന്ന് തോന്നി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം വരുന്നത്. അപ്പം ഇത് ഒരു ഇൻ്റർനാഷണൽ സാധനം തന്നെയാണ്. ഒരു മോഹൻലാൽ പ്രേമിയാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മോഹൻലാലിൻ്റെ ചില വളരെ നാളിന് ശേഷം നമ്മൾ കാണാതിരുന്ന സാധനമുണ്ട്. എനിക്ക് എപ്പോഴും തോന്നിയിട്ട് മോഹൻലാൽ അധികം സംഭാഷണം ഒന്നും പറയണ്ട, ഒരു കണ്ണുകൾ കൊണ്ടൊരു പരിപാടിയുണ്ട്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ലാലേട്ടൻ്റെ ഒരു വരവും ആ നടപ്പും അതുപോലെ കണ്ണുകൊണ്ടൊരു ഈ കണ്ണുകൊണ്ട് സംസാരിക്കുക എന്ന് പറയത്തില്ലേ, കൂട്ടാളികൾക്ക് കണ്ണുകൊണ്ട് സംസാരിക്കുക, അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത സംഭവം തന്നെ കേട്ടോ. ആ കണ്ണുകൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മലയാളം എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ തന്നെ ഒരാൾക്കും പറ്റാത്ത ഒരു സാധനമാണ്. അത് ലാലേട്ടനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ പുള്ളി എന്താണ് ചിന്തിക്കുന്നതെന്ന് കൂട്ടാളികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അത് പൃഥ്വിരാജിനൊക്കെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കണ്ണുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നില്ലേ, അത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നു എന്നുള്ള. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ്റെ ഓരോ ഇൻട്രിയാണ്. അത് നമുക്ക് ആ സമയത്ത് നമ്മൾ എനിക്ക് ഇന്ന് കൈയടിക്കും, കാറി വിളിക്കും. അപ്പം പ്രത്യേകമായിട്ടൊരു ഇൻട്രോ സീനൊന്നുമില്ല. അതുപോലെ ഇൻട്രവേൽ എന്നൊക്കെ പറയുന്ന അടിപൊളി സാധനങ്ങളാണ്. പിന്നെ എല്ലാം കൊണ്ടും അടിച്ചു പൊളിച്ച ഒരു ചിത്രം തന്നെയാണ്. പിന്നെ നെഗറ്റീവ് പറയുന്നത് നെഗറ്റീവ് പറയും. അത് ആദ്യം തൊട്ട് തന്നെ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ആദ്യമേയൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ബുക്കിംഗ് ഒക്കെ വളരെ വലിയ തള്ളാണ്. കാരണം ആൻ്റണി പെരുമ്പാവൂർ ടിക്കറ്റ് എല്ലാം വാങ്ങിച്ചു കൂട്ടുകയാണ്, തിയേറ്ററിലൊന്നും ആളില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമങ്ങളും അവിടെ ലൈവായിട്ട് എത്തി എന്നുള്ളത് ആണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നത്. 24, റിപ്പോർട്ടർ എന്ന് വേണ്ട മണിക്കൂറിന് ഇടപെട്ട് ഈ പടത്തിൻ്റെ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ ഈ ചിത്രത്തിൻ്റെ അഭിപ്രായമൊക്കെ ലൈവായിട്ട് പോകുകയെന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിന് ആദ്യമായിട്ട് സംഭവം. അതൊക്കെ കണ്ട് അസൂയ തോന്നുന്നവർക്ക് അസൂയ തോന്നട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങളെല്ലാവരും മോഹൻലാൽ ചിത്രം ഒരു നല്ല ചിത്രം, ഒരു ഇൻ്റർനാഷണൽ ലെവൽ സാധനം മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇറങ്ങിയാണ്. ആ ലെവൽ സാധനം കാണണമെങ്കിൽ പോയി കാണുക. മറ്റേതൊക്കെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ സാധനമൊക്കെ മലയാളത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊരു മലയാള ടച്ച് എപ്പോഴും വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഒരു ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സാധനമാണ്. അത് ഈ 150 മുടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കും കൂടി വിശ്വാസമില്ല. കാരണം 10 പൈസ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ ആദ്യ പകുതിയിൽ ഋഷിയും രണ്ടാം പകുതിയിൽ നമ്മുടെ സ്റ്റീഫനും ഒക്കെയായിട്ട് നിറഞ്ഞാടുന്ന ലാലേട്ടനെ കാണാൻ പറ്റും. നിശ്ചയമായിട്ടും ഇതിന് 3-ാം ഭാഗം കാണും.
ഇതൊരു വൻ വിജയമാണല്ലോ. അപ്പോൾ ആദ്യ ദിന കളക്ഷന് വേണ്ടിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് വിൽപ്പന തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ടിക്കറ്റ് കിട്ടാത്ത എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കുമല്ലോ അല്ലേ. നമ്മളൊരു പ്രാവശ്യം കൂടെ കാണും. കാരണം പല ഇതിനും നമുക്ക് സൈലൻ്റായിട്ട് ആഘോഷിക്കാൻ പറ്റില്ല. ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയിൽ നമ്മൾ ആർവാദിക്കുകയായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ആ ചിത്രം പോയി ഒന്നുകൂടെ കാണും. കണ്ടതിന് ശേഷം ഇപ്പം ചിത്രത്തെ പറ്റിയുള്ള എന്താ പറയുന്നത്, നിങ്ങൾ ചിത്രം കണ്ടോ, കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് എഴുതി അറിയിക്കുക. അതുപോലെ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷനുകളും ബാക്കി റിപ്പോർട്ടുകളും എല്ലാം തുടർ മണിക്കൂറുകളിൽ വീണ്ടും ഇടാം. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ ഓക്കെ.